പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ജൂൺ മാസത്തിലെ ജീസസ് എവരിഡേ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മെയ് മാസം വരെയും ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു, നല്ലവനായിരുന്നു. നാം കടന്നുപോയ എല്ലാ പ്രയാസങ്ങളിലും കർത്താവ് നമ്മോട് കൂടിയിരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മൾ കഴിഞ്ഞ 5 മാസം അനുഭവിച്ചത്. ഈ 6-ാം മാസം ദൈവത്തിന് എന്തോ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തെടുക്കാനുണ്ട്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ഗബ്രിയേൽ മാലാഖ മറിയയോട് പറയുന്നൊരു കാര്യമുണ്ട്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്റെ കൂടെയുണ്ട്, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അത് സാധാരണ ഒരു രീതിയല്ല, മാനുഷിക ബന്ധങ്ങളിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ നിനക്കൊരു കുഞ്ഞ് ജനിക്കും. അത് ലോകരക്ഷിതാവാണ്. അബ്രഹാമിൻ്റെ മക്കൾ കാത്തിരിക്കുന്ന, വേദപുസ്തകത്തിൽ പറയുന്ന രാജാതി രാജാവായ മശിഹായാണ്. അവന് യേശുവെന്ന് പേരിടണം. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഭൂമിയിൽ ജനിച്ചവരിൽ ആരും കേൾക്കാത്ത പ്രവചനവും ആർക്കും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വാഗ്ദത്തങ്ങളും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കന്യകയായ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി, ജീവിതത്തിൻ്റെ പല എക്സ്പീരിയൻസും ഇല്ലാത്തവളാണ് അവൾ. കല്യാണം കഴിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ വേദനകളും സങ്കടങ്ങളൊക്കെ പലർക്കും മനസ്സിലായി വരുന്നത്. അതിനു മുമ്പ് പഠിക്കാൻ പോയ ദുഃഖവും, ഫീസില്ലാത്ത ദുഃഖവും, ട്യൂഷൻ ഫീസ് കൊടുത്തില്ല, പിന്നെ യൂണിഫോം ഇല്ലായിരുന്നു, ഇങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ അതുവരെയുള്ളൂ. എന്നാലിപ്പോൾ അവൾ കേട്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ചോദിച്ചു, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും? അവൾ ഒരു അവിശ്വാസം പറഞ്ഞതല്ല, അവൾക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ഉടനെ ഗബ്രിയേൽ മാലാഖ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ചാർച്ചയിൽ പെട്ട എലിസബത്ത് എന്നവൾ ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇപ്പോൾ 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാനിത് പറയാൻ കാരണം, ഈ 6-ാം മാസം മച്ചി എന്ന് പറഞ്ഞവൾക്ക്, നാട്ടുകാർ വിളിച്ചവൾക്ക് 6-ാം മാസം. 6-ാം മാസം നിന്ദകൾ മാറുന്ന ഒരു മാസമായിട്ട് നമുക്ക് കാണാം. ദൂതനാണ് ആദ്യമായിട്ട് ഒരാളോട് ഇത് പറയുന്നത്. അതും എലിസബത്തിൻ്റെ കസിൻ ആയിരിക്കുന്ന മറിയോടാണ് പറഞ്ഞത്. അങ്ങനെ മറിയ ഇതറിഞ്ഞു, മറിയുടെ വീട്ടുകാരറിഞ്ഞു, മറിയ അവിടെ ചെന്നു. ആ വീട്ടിലെ ആഹ്ലാദം, 6-ാം മാസത്തിൽ മറിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ആൻറ്റിയോട്, എലിസബത്തും മറിയയും തമ്മിൽ പ്രായത്തിൽ വളരെ വ്യത്യാസമാണ്. ആൻറ്റിയോട് പ്രൈസ് ദി ലോർഡ് ആൻറ്റി എന്ന് പറയലും പരിശുദ്ധാത്മാവിൽ എലിസബത്ത് നിറഞ്ഞു. അടുത്തത്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഉള്ളിൽ കിടന്ന് തുള്ളാൻ തുടങ്ങി. അപ്പോൾ പലർക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ കുഞ്ഞിന് അനക്കമുണ്ടോയെന്ന് അറിയില്ല എന്നൊക്കെ പലരും പറയും. പിന്നീട് കുറേ കഴിയുമ്പോഴാണ് അനക്കം ഉണ്ടെന്ന് ചിലർക്കത് മനസ്സിലാകില്ല. എന്നാൽ ഇപ്പോൾ എലിസബത്തിന് മനസ്സിലായി, ഈ വയറ്റിൽ കിടക്കുന്നത് ട്യൂമറൊന്നുമല്ല. ചില മനുഷ്യർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. വയറ് വീർത്തു വരുമ്പോൾ അത് ട്യൂമറാണ്. അപ്പോൾ കുട്ടികളാണെന്ന് കരുതി കാത്തിരുന്ന പലരും അവസാനം ഡോക്ടറെ കണ്ടപ്പോൾ അത് സർജറി ചെയ്ത് നീക്കം ചെയ്തതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അവരെന്നോട് പറഞ്ഞു, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഉള്ളിൽ ഒരു തലമുറയെ ദൈവം തന്നിരിക്കുകയാണ്. അവരുടെ വിശ്വാസമായിരുന്നു അത്. എന്നാൽ പിന്നത്തേതിലാണ് അറിഞ്ഞത് യാതൊരു അനക്കവുമില്ല. പിന്നീട് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് അതൊരു ട്യൂമറാണ്.
എന്നൊക്കെ മനസ്സിലായത്. ഒരു മുഴ അത് നീക്കം ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധാരാളമുണ്ട്. എലിസബത്തിന് സംശയമുണ്ട്, ഇനി നേരാണോ? സക്കറിയാവ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെ തിരിച്ചൊന്നും മിണ്ടൂല്ല. കാരണം അങ്ങനെ വാ അടഞ്ഞിരിക്കുകയാണ് ഒരു നെഗറ്റീവ് പറഞ്ഞതിന്. എലിസബത്തിനും അറിയില്ല. എന്നാൽ മറിയ വന്നപ്പോൾ അത്യുന്നതൻ്റെ ശക്തി നിഴലിട്ട മറിയ വന്നതോടുകൂടി അന്തരീക്ഷം മാറി. ഇതുപോലെ 6-ാം മാസം ചിലത് ഉള്ളിൽ തുള്ളാൻ പോയാണ്. വലിയ സന്തോഷങ്ങൾ, ഏറ്റവും വലിയ കാര്യങ്ങൾ. അതായത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് പോലെ, യോഹന്നാൻ അകത്ത് തുള്ളിയതുപോലെ ഏറ്റവും വലിയ കാര്യങ്ങൾ ഈ ജൂൺ മാസം നിങ്ങളുടെ അകത്ത് തുള്ളാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടാകാൻ പോവുകയാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നിങ്ങൾ പ്രവചിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തന്നെ അസാധാരണമാകും. ഈ ജൂൺ മാസം സ്പെഷ്യലായിരിക്കും. വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ജൂൺ മാസത്തിൽ ഇന്നുവരെ കാണാത്ത മഹാപ്രവർത്തികൾക്കായി ഈ മാസത്തെ അങ്ങ് ഞങ്ങൾക്കായി തുറന്നു തന്നു. മഴ, കാറ്റ്, വിവിധമായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ നാടിനെ നേരിടുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിനേക്കാൾ ഉപരി വലിയ വാഗ്ദത്തങ്ങളും വലിയ വിടുതലുകളും ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്താലും കൃപയാലും ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പുതുവഴികളും പുതുവാതിലുകളും പുതിയ നിറവും പുതിയ കൃപകളും ജ്വലിച്ച് പ്രകാശിക്കട്ടെ. 6-ാം മാസം ഏറ്റവും അത്ഭുതത്തിൻ്റെ മാസമായി തീരട്ടെ. ഇത് കേൾക്കുന്നവർക്കെല്ലാം വിടുതലാകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിശ്ചയമായിട്ടും ഈ ജൂൺ മാസത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ വേണം. ഓരോ ദിവസവും എണ്ണി നമുക്ക് സ്തോത്രം പറയാം. വലിയ അത്ഭുതങ്ങൾ കാണും. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ
ഇസ്രായേലിൻ പരിശുദ്ധനേ, ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം, തലമുറകൾക്ക് സങ്കേതം, ഇസ്രായേലിൻ പരിശുദ്ധനേ, മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ, വിശ്വസ്തനേ, ദയാലുവേ, എൻ ദൈവമേ, എൻ പിതാവേ, മഹത്വമേ, പ്രശംസയേ, ആരാധന അങ്ങേക്കെന്നുമേ, വിശ്വസ്തനേ, ദയാലുവേ, എൻ ദൈവമേ, എൻ പിതാവേ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലാണ്. 8-ാം വാക്യം വരെ നമ്മൾ വായിച്ചു. അതായത് ജന്മന നടക്കാത്ത ഒരുവനെ പത്രോസ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. 40ഓളം വയസ്സുള്ള അവൻ എഴുന്നേറ്റ് നടന്നും തുള്ളിയും യെരുശലേം ദേവാലയത്തിൻ്റെ വലിയ പടിക്കെട്ടുകൾ ഓരോന്നോരോന്ന് അവൻ നടന്നു കയറിയെന്നല്ല, നടന്നും തുള്ളിയും, അതായത് ചാടി ചാടി കയറി. ആ ദേവാലയത്തിലോട്ട് കയറിയ പലരും കഷ്ടപ്പെട്ടാ നടന്നു കയറിപ്പോയത്. സമ്പന്നന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, അവരെല്ലാം സാധാരണ നിലയിലാണ് പോയത്. എന്നാൽ ഇവൻ്റെ അകത്തും പുറത്തും തുള്ളലാണ്. കർത്താവ് ഒരുവനെ തൊട്ടാൽ അവൻ്റെ ജീവിതം അടിമുടി മാറും. ദൈവം നമുക്കൊരു നൃത്തം കാലിൽ തന്നാൽ അത് മാറ്റാൻ വേറെ ആർക്കും കഴിയില്ല. ദാവീദിൻ്റെ കാലിൽ ദൈവം ഒരു നൃത്തം കൊടുത്തു. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ ആരാധിച്ചു. അവൻ്റെ ഭാര്യ മീഖാൾ ദാവീദിനെ നിന്ദിച്ചു. എൻ്റെ തോഴിമാരൊക്കെ കാണുക, നീ എന്ത് മോശമാണ് കാണിച്ചത്. അവളൊരു രാജാവിൻ്റെ മോളാ, വലിയ കുടുംബക്കാരിയാണ്. എന്നാൽ അവൾ പലതും മറന്നുപോയി. അവളുടെ അപ്പൻ പണ്ട് കഴുതയെ തപ്പിപ്പോയതാണെന്നൊക്കെ അവൾ മറന്നുപോയി. കുറച്ച് നന്മയും കുറച്ച് ജീവിത ചുറ്റുപാടും കൊട്ടാരമൊക്കെ വരുമ്പോൾ എല്ലാം മറക്കുന്ന ചിലരുണ്ട്. എന്നാൽ ദാവീദിന് ഇതൊന്നും മറക്കാൻ കഴിയില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ദൈവമോ എന്നെ ചേർത്തുകൊണ്ടു. ഞാൻ കാട്ടിലായിരുന്നു, ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു. എന്നാൽ ഇതാ ഈ രാജ്യത്തിൻ്റെ രാജാവായിരിക്കും. എങ്ങനെ തുള്ളാതിരിക്കും, എങ്ങനെ നൃത്തം ചെയ്യാതിരിക്കും, എങ്ങനെ പാടാതിരിക്കും. യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട്, രാജവസ്ത്രം മാറ്റിവെച്ച് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് സാധാരണക്കാരുടെ കൂടെ ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഡാൻസ് കളിച്ചു. എന്നിട്ട് ദാവീദ് കുറഞ്ഞുപോയോ? ദാവീദിൻ്റെ ബഹുമാനം കുറഞ്ഞുപോയോ? ദാവീദിൻ്റെ സമ്പത്ത് കുറഞ്ഞുപോയോ? ഇന്ന് പലർക്കും ആരാധന ഒരു കുറച്ചിലാണ്. ദൈവസന്നിധിയിലൊന്ന് നൃത്തം ചെയ്യുന്നത് ഒരു കുറച്ചിലാണ്. അപ്പോൾ തന്നെ ചിലർ പറയും, പാടില്ല, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, നൃത്തം ചെയ്യരുത്. ആരെങ്കിലും ഒന്ന് ദൈവസന്നിധിയിൽ കൂടുതൽ തുള്ളുകയോ ആരാധിക്കുകയോ ചെയ്താൽ ഉടനെ അതിനെ തടയും. അതുകൊണ്ട് ചെറുപ്പക്കാരെ ക്ഷമയോടെ ഇങ്ങനെ നിന്നിട്ട് അവർക്കൊരു 12-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അവർ പോവും. കാരണം തുള്ളാൻ പറ്റിയ പലതും റാപ്പും റോക്കും ഒക്കെ വെളിയിലുണ്ട്. സഭയിൽ തുള്ളാൻ അനുവദിച്ചില്ലെങ്കിൽ തുള്ളാൻ പറ്റിയ സ്ഥലമുണ്ട്. അപ്പൊ തുള്ളാൻ പറ്റിയ സ്ഥലത്ത് പോകാതിരിക്കാനാണോ സഭയിൽ തുള്ളാൻ അനുവദിക്കുന്നത്? അല്ല. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കാം. അത് ബൈബിൾ പറയുന്നു. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ
മാത്രമല്ല നീ എൻ്റെ കാലുകളെ മാൻപേടയുടെ കാലുകൾക്ക് തുല്യമാക്കുന്നെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? മാൻപേടകൾ തുള്ളിച്ചാടുകയാണ്. വളരെ ഉയരത്തിൽ ചാടുന്ന ഒരു ജീവിയാണ് മാനുകൾ. വളരെ ഉയരത്തിൽ 2-3 മീറ്റർ ഉയരത്തിലൊക്കെ അത് പൊങ്ങും. ചില മാനുകൾ തുള്ളിച്ചാടി നടക്കുന്ന ഒരു ജീവിയാണ്. അതിന് വളരെയധികം വേഗതയാണ്. അതിൻ്റെ ചാട്ടം അതിശക്തമാണ്. വലിയ വലിയ കടമ്പകളൊക്കെ നിസ്സാരമായി ചാടിപ്പോവും. അപ്പൊ എൻ്റെ കാലുകളെ ദൈവം മാൻപേടയുടെ കാല് പോലെയാക്കിയത്, തുള്ളിച്ചാടി. അപ്പൊ കാലുകൾക്ക് എന്ത് തന്നെന്നാണ് ബൈബിൾ പറയുന്നത്? നീ എൻ്റെ കാലുകൾക്ക് പുതിയ നൃത്തം തന്നു എന്ന്. നിങ്ങൾ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടണമെന്നാണ്. അപ്പൊ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങൾ എങ്ങനെയാണ്? അവരെന്നാ ഓർക്കും, ഇവരെന്നാ ഓർക്കും എന്നോർത്തിട്ട് ആരെങ്കിലും തുള്ളുന്നവരുണ്ടോ എന്ന് നോക്കിയിട്ടാണോ? പശുക്കിടാവിൻ്റെ അമ്മയോ അപ്പൻ പോത്തോ കാളയോ ഇവരാരും, ആ ഗ്രൂപ്പേ ആരും തുള്ളുന്നില്ല. എന്നാൽ ഒറ്റയ്ക്ക് തുള്ളുകയാണ്, തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ. അങ്ങനെ തുള്ളാൻ ദൈവം നമുക്ക് കൃപ തരും. ഒരിക്കൽ യേശുവിനെ ജനങ്ങൾ ആർക്കുമ്പോൾ, കുട്ടികൾ ആർക്കുമ്പോൾ, ദാവീദ് പുത്രന് ഹോസന്ന എന്ന് പറയുമ്പോൾ കുറച്ചു പേര് വന്നിട്ട് ഇവരോട് പറ, മിണ്ടാതിരിക്കാൻ പറ. പരീശന്മാരും ശാസ്ത്രിമാരും. കർത്താവ് പറഞ്ഞു, ഇവരാർത്ത് വിളിച്ചില്ലെങ്കിൽ ആർത്ത് വിളിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അവരാർത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് പണിയാ. എന്താ? കല്ലുകളാ. വലിയ വലിയ കോട്ട മതിലുകളുള്ള സ്ഥലത്താണ് ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. വലിയ മതിലുകളാണ്. അതിനകത്ത് ഓരോ കല്ലുകളും വളരെ വലുതാണ്. ഈ കല്ലുകളെല്ലാം കൂടി കുലുങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവര് തന്നെ ആർത്ത് വിളിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. സകല പാറകളും ആരാധിക്കാൻ തയ്യാറാണ്. സകല സൃഷ്ടികളും ആരാധിക്കാൻ തയ്യാറാണ്. കോടാനുകോടി ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ജൂൺ മാസം മുതലെങ്കിലും നിങ്ങൾ കുറവ് വരുത്തരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ആരാധന, രണ്ടാമത് ദൈവവചന ധ്യാനം, മൂന്നാമത് പ്രാർത്ഥന. ആരാധനയിലാണ് സ്തുതിയും നന്ദി പറച്ചിലും എല്ലാം വരുന്നത്. എന്നാൽ ഈ പറഞ്ഞതെല്ലാം വേറെ വേറെയുമല്ല. പ്രാർത്ഥനയും ഇതിനകത്തുള്ളതാണ്, സ്തുതിയും ഇതിനകത്തുള്ളതാണ്, പാട്ട് ഇതിനകത്തുള്ളതാണ്, കണ്ണുനീര് ഇതിനകത്തുള്ളതാണ്. ചില സമയത്ത് നമ്മൾ കണ്ണുനീരോടെ ദൈവത്തെ പാടും. അതും ഒരു സ്തുതിയാണ്. ആനന്ദ കണ്ണുനീര്. ദൈവമേ, ചേറ്റിലല്ലയോ കിടന്നത് ഓർത്ത് നോക്കിയാൽ നാറ്റമാണല്ലോ ഭവിച്ചത് എൻ്റെ ജീവിതം, മാറ്റിയല്ലോ എൻ്റെ ജീവിതത്തെ. ഇതവിടെ നമ്മൾ വായിക്കുന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. 8-ാം വാക്യത്തിൽ അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വന്നു തുള്ളിയ കാര്യമല്ല, ദേവാലയത്തിലോട്ട് വരുന്നതേ തുള്ളിക്കൊണ്ടാണ്. അത്ര സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. നീണ്ട 40 വർഷം ജീവിതത്തിലില്ലാത്ത സ്വാതന്ത്ര്യം. എഴുന്നേറ്റിരിക്കുന്നു, കാലുകൾക്ക് ബലമുണ്ടായിരിക്കുന്നു, നിന്ന ഉരുണ്ടുമാറിയിരിക്കുന്നു. മുടന്തൻ, ഭിക്ഷക്കാരൻ എന്ന പേര് ഇതോടെ അപ്രത്യക്ഷമാകുകയാണ്. അവന് ദേശത്ത് ഒരു മാന്യതയുണ്ടാകുകയാണ്. ദൈവം അവനെ തൊട്ടു എന്ന് പറയുന്നത് അവനൊരു അഭിമാനമാണ്. യേശു ക്രിസ്തു അവനെ സൗഖ്യമാക്കുക. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അടുത്തത്, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. എല്ലാവരും കാണണം, എല്ലാവരും അറിയണം നിന്റെ സ്തുതി എന്തിനാണെന്ന്, നിന്റെ പുകഴ്ച എന്തിനാണെന്ന്. അതായത് മറ്റുള്ളവർ കൂടി അറിയുന്ന നിലയിൽ നിന്റെ സ്തുതിയെ ദൈവം വലുതാക്കും. ഓബേദേദോം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നമുക്കറിയാം. അവൻ്റെ വീട്ടിലേക്ക് ദാവീദ് പെട്ടകം കൊണ്ടുവന്ന് വെച്ചു.
കാരണം എന്താണ്? അതിനു മുമ്പുണ്ടായിരുന്ന അമീനാദാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ പെട്ടകം ദാവീദിന്റെ കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ അമീനാദാവിന്റെ മക്കളിൽ ഉസ്സയും അഹ്യോവും രണ്ടുപേരുണ്ട്. അതിനകത്ത് ഉസ്സയ്ക്ക് വർഷങ്ങളായിട്ട് ഈ പെട്ടകമായിട്ട് വലിയ അറിവാണ്. അവൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഗമയവനുണ്ട്. ഞങ്ങളൊക്കെ പണ്ടേ വിശ്വാസത്തിലുള്ള പുള്ളിയാ. പെട്ടകമൊക്കെ ഞങ്ങൾക്ക് വെറും ചുമ്മാ ഒന്നുമല്ല. എല്ലാ പാസ്റ്റർമാരും ഞങ്ങളുടെ വീട്ടിൽ വരും. അങ്ങനെയാണ് ഇങ്ങനെയാണ്. മറ്റേ പാസ്റ്ററെ അറിയാം. പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസാണ്. ഡെയിലി വിളിക്കും. മറ്റേ പാസ്റ്ററും ആ പാസ്റ്റർ മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീട്ടിൽ വരാത്ത പാസ്റ്റർമാരില്ല. ഇങ്ങനെ പറയുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ യാതൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല. പാസ്റ്റർമാർക്ക് അഭിവൃദ്ധിയുണ്ട്, അവിടെ വന്നു പോകുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ഇത് പറയുന്നവർക്ക് ഒരു മാറ്റവും ഇല്ല. ഇതാണ് അമീനാദാവിൻ്റെ വീട്. അമീനാദാവിൻ്റെ വീട്ടിൽ യാതൊരു പുരോഗതിയില്ല. കാരണം ഈ പെട്ടകത്തിന് കൊടുക്കേണ്ട മര്യാദ കൊടുത്തില്ല. അങ്ങനെ ഈ അമീനാദാവ് പിള്ളേരെയും അങ്ങനെ പഠിപ്പിച്ചില്ല. അതിനെ തൊടാൻ പാടില്ലെന്നും ന്യായപ്രമാണ പ്രകാരം തണ്ടിന്മേലെ തൊടാവൂ, പുരോഹിതന്മാർ കുനിഞ്ഞ് ചുമക്കാവൂ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇവരെന്ത് ചെയ്തു? ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ആ വണ്ടിയിലൊന്നും കയറ്റാൻ പാടില്ല. ഇത് തോളയിൽ പുരോഹിതന്മാർ ചുമന്ന് യോർദാനിൽ കാലുവെച്ചപ്പോൾ യോർദാൻ രണ്ടായ ചരിത്രമുള്ളതാണ്. ഇതുപോലെ പുരോഹിതന്മാർ കുനിഞ്ഞ് അതിനെടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ വ്യവസ്ഥയിലല്ല ഇപ്പോൾ പെട്ടകം പോകുന്നത്. അവിടെയും ഭയങ്കര ആരാധനയാണ്. 30,000 വിരുദ്ധന്മാരുമായിട്ട് ദാവീദ് വന്നു. വിശുദ്ധന്മാരല്ല, വിരുദ്ധന്മാർ. ഇന്ന് പലയിടത്തും വിരുദ്ധന്മാരുടെ എണ്ണം കൂടുതലാണ്. ഞാൻ പറയുന്നത് 2 ശമൂവേൽ 6:1 മുതലാണ്. അങ്ങനെ വന്നപ്പോൾ ഇടക്ക് വെച്ച് ഈ കാളവണ്ടി കാള വിരണ്ടു. അപ്പോൾ ഈ പെട്ടകം ചരിഞ്ഞു. ഉടനെ ഉസ കയറി അതിനെ പിടിച്ചു. ഉസ എന്ന വ്യക്തി അവിടെ മരിച്ചു. വർഷങ്ങൾ അവൻ്റെ വീട്ടിൽ ഇരുന്ന പെട്ടകമാണ്. ആ കുടുംബത്തിന് യാതൊരു പുരോഗതിയില്ല. ഉസയ്ക്ക് അഹ്യോവിന് യാതൊരു മാറ്റവുമില്ല. ആ വീടിന് യാതൊരു വിടുതലുമില്ല. വർഷങ്ങളായി വിശ്വാസത്തിലാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. ഇന്നലെ വന്ന പുതിയ ആൾക്കാർക്കുള്ള അനുഗ്രഹങ്ങൾ പോലും വർഷങ്ങളായിട്ടിരിക്കുന്ന പലർക്കും ഇല്ല. ബന്ധനവും പോരാട്ടമായിട്ടിരിക്കുകയാണ്. നാട്ടിലുള്ള സകലരെയും വിമർശിച്ചും ആ കൂട്ടത്തിൽ നിങ്ങൾ പെടരുത്. ആരെയും കുറ്റം പറയുന്നൊരു കൂട്ടരാകരുത്. ഇതാ ദാവീദ് ഭയപ്പെട്ടു പോയി. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ട് ഈ പെട്ടകം ഓബേദേദോം എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുപോയി. കാരണം കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ പേടി. കാരണം ഇതിനേക്കാൾ തലറിച്ച പിള്ളേര് ദാവീദിന് കൊട്ടാരത്തിലുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും കൊണ്ടുപോകാൻ പേടി. അങ്ങനെ ഓബേദേദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. 3 മാസം കൊണ്ട് ഓബേദേദോമിനും അവനുള്ളതൊക്കെയും ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവ് അറിഞ്ഞു. അവൻ ദൈവത്തെ പുകഴ്ത്തുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനും കൃപയാൽ അവൻ്റെ വീട്ടിൽ ആ പെട്ടകം ചെന്നിരുന്നു. 3 മാസം കൊണ്ട് ഓബേദേദോമിന് എന്തെല്ലാം ഉണ്ടോ അവിടെ എല്ലാം അനുഗ്രഹമുണ്ടായി. എന്ത് സംഭവിച്ചു? ദാവീദ് പെട്ടകമായിട്ട് പോയെങ്കിലും ആരാധനയുടെ സമയമാകുമ്പോൾ ഓബേദേദോം പറഞ്ഞു, ഇല്ല, പെട്ടകം എവിടെയുണ്ടോ അവിടെ ആരാധനക്ക് ഞാനുമുണ്ട്. അങ്ങനെ ഓബേദേദോമിൻ്റെ 68 സഹോദരന്മാർ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലക്ക് വേണ്ടി ഇറങ്ങി. ഭയങ്കര ചരിത്രമാണ്. ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിക്കണം. ഒരാളുടെ വീട്ടിലെ അനുഗ്രഹം കണ്ടപ്പോൾ ബാക്കി എല്ലാം അനുഗ്രഹം കിട്ടിയപ്പോൾ അവരെ ആരാധന നിർത്തിയെന്നല്ല, അവരുടെ വീട്ടിൽ നിന്ന് ആരാധന മാറ്റിയെന്ന് കരുതി അവർ ആരാധന നിർത്തിയില്ല. അവർ വീണ്ടും 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 ദൈവത്തെ ആരാധിക്കാൻ കൂടുതൽ ആവേശമുള്ളവരായി മാറി. ഈ മാസം ഓബേദേദോമിൻ്റെ വീട് പോലെ ഇത് കേൾക്കുന്ന എല്ലാവരുടെ വീട് മാറട്ടെ, മാറിയേ തീരൂ. സകലതും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം മഴക്കാലത്ത്, ഈ മഴക്കാലത്തിനകത്ത് തന്നെ, ഈ മഴ തീരുന്നതിനുള്ളിൽ തന്നെ സകലത്തിൻ്റെ മേലും വലിയൊരു അഭിവൃദ്ധി. എല്ലാവരും പറയും മഴക്കാലം പഞ്ഞമാസം. ആർക്ക്? അത് ദൈവമില്ലാത്തവന്. യേശുവിനെ സേവിക്കുന്നവർക്ക് മഴക്കാലം പഞ്ഞമാസമല്ല, ഇതൊരു അഭിവൃദ്ധിയുടെ മാസമാണ്. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മാസം അനുഗ്രഹത്തിൻ്റെ മാസം. തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളത് കാണും. വിശ്വസിക്കുക. ഓബേദേദോമിൻ്റെ വീട് പോലെ സ്തുതിയുടെ, ആരാധനയുടെ, മഹത്വത്തിൻ്റെ
ഒരു വീടായി, വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. ആ മുടന്തൻ നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവരും കണ്ടു. രാജ്യം മുഴുവൻ അറിഞ്ഞ ഓബേദേദോമിന്റെ അനുഗ്രഹം അവന്റെ വീടിന്റെ അഭിവൃദ്ധി പോലെ ഈ മുടന്തന്റെ അഭിവൃദ്ധി ആലയത്തിൽ എല്ലാവരും അറിഞ്ഞു. ഇവന്റെ അഭിവൃദ്ധിയാണ് ഇവന്റെ സ്തുതിയുടെ രഹസ്യം. ഇതുപോലെ നിന്റെ അഭിവൃദ്ധിയെ ദൈവം പരസ്യമാക്കാൻ പോവുകയാണ്. നിന്റെ സൗഖ്യത്തെ ദൈവം എല്ലാവരും കാണുക വെളിപ്പെടുത്താൻ പോവുകയാണ്. അതിലുള്ള ആഹ്ലാദവും ആനന്ദവും ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. കർത്താവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്നത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ വീടുകൾക്കകത്ത് അസാധാരണമായ വലിയ ആത്മപകർച്ചകൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ജൂൺ മാസത്തിൽ ലഭിക്കേണ്ട എല്ലാവിധ അഭിവൃദ്ധികളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ മാസം അങ്ങ് വെച്ചിരിക്കുന്ന സകല വാഗ്ദത്ത നിവർത്തികളെയും ഞങ്ങൾ പ്രാപിക്കുന്നു. എല്ലാവിധ കൃപകളെയും വരങ്ങളെയും ഞങ്ങൾ പ്രാപിക്കുന്നു. ഈ മാസം പ്രാർത്ഥനയുടെ മാസമാകട്ടെ, വിശ്വാസം വർദ്ധിക്കുന്ന ഒരു മാസമാകട്ടെ, വിശുദ്ധ ജീവിതം വർദ്ധിക്കുന്ന ഒരു മാസമാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലും ദൈവകൃപയും ദൈവ സാന്നിധ്യവും ഉണ്ടാകട്ടെ. മഴക്കാല പ്രളയങ്ങളെല്ലാം വീടുകളിൽ നിന്ന് മാറട്ടെ. ദൈവദൂതന്മാരുടെ കാവലുള്ള വീടുകളാകട്ടെ. ഒരനർത്ഥവും ഭവിക്കാത്ത, ഒരു ബാധയും കൂടാരത്തിനോട് അടുക്കാത്ത ഭവനങ്ങളായി തീരട്ടെ. സാമ്പത്തിക മേഖലകളിൽ പുതിയ ചുവടുവയ്പ്പുകൾ ഉണ്ടാകട്ടെ. ഒന്നും കാണാത്തിടത്ത് വടി നീട്ടിയ മോശയെ പോലെ, വഴി തുറന്നു കിട്ടിയ മോശയെ പോലെ, ഒന്നും കാണാത്ത ഈ ജൂൺ മാസത്തിൽ വടി നീട്ടി, വിശ്വാസത്താൽ വടി നീട്ടി വലിയ ചെങ്കടൽ പോലെയുള്ള വിഷയത്തിൻ്റെ മേൽ വഴി തുറക്കുന്നത് ഈ മക്കൾ ഇന്നു മുതൽ കാണട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ വഴികൾ തുറക്കുന്നതായി ഞാൻ ഇവരെ കുറിച്ച് പ്രവചിക്കുന്നു. സൗഖ്യങ്ങൾ കൽപ്പിക്കുന്നു. കുടുംബ സമാധാനവും കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളും വർദ്ധിച്ചു വരട്ടെ. സഭകളാർത്ത് വളരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വളരെ വളരെ സന്തോഷം. ജൂൺ മാസം തന്ന കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, ഓരോ ദിവസവും ജീസസ് എവരിഡേ നിങ്ങൾ കാണുന്തോറും നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഈ ജൂൺ മാസം തീരുന്നതിനുള്ളിൽ വലിയ പ്രവർത്തികൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിന് ആമേൻ പറയാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.